യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക സഭ ഒരു പുതിയ ആരാധനക്രമത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അത് പുതുഞായർ എന്നാണ് പറയുന്നത്. ഈ ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യത്തെ സാബത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആദ്യത്തെ ഞായർ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസത്തിൻ്റെ ആദ്യ ദിവസം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ദിവസം അവിടെ രണ്ടാം പ്രാവശ്യം കർത്താവ് യേശുമിശിഹാ പ്രത്യക്ഷപ്പെട്ട് വരുമ്പോൾ അവിടെ ദിദിമോസ് അല്ലെ തോമസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശിഷ്യൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കർത്താവ് പോയതിന് ശേഷം ഈ ശിഷ്യന്മാരെല്ലാം പറഞ്ഞ് കർത്താവ് വന്നു, ഞങ്ങൾ കണ്ടു. അപ്പോൾ തോമസ് പറഞ്ഞ്, ഞാൻ ആ പാർശ്വങ്ങളിൽ എൻ്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല ദൈവം ഉയർത്തെഴുന്നേറ്റ് എന്ന്. അടുത്ത ദിവസം തന്നെ തോമസ് അപ്പോസ്തലൻ്റെ മുമ്പിൽ കർത്താവ് ഈശോ മിശിഹാ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസിനെ പേര് ചൊല്ലി വിളിച്ചിട്ട് തോമസിൻ്റെ അടുത്ത് പറയും, തോമസേ, നീ അടുത്ത് വരിക, നിൻ്റെ വിരലുകൾ എൻ്റെ പാർശ്വത്തിലിടുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായി ജീവിച്ചു കൊള്ളുക. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ച്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് കാണാതെ വിശ്വസിക്കാനുള്ള ഭാഗ്യം, ദൈവത്തിൻ്റെ വൻ കൃപയിൽ കാണാതെ വിശ്വസിക്കാനുള്ള വൻ കൃപ നമുക്ക് ലഭിക്കണമേ. ഈ പുതുഞായറിൽ പുതിയ കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും, നിന്നെ കണ്ടുകൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും, നിന്നെ കണ്ടുകൊണ്ട്, നിൻ്റെ ആണിപ്പാടുകളെ കണ്ടുകൊണ്ട്, നിൻ്റെ മുറിവുകളെ കണ്ടുകൊണ്ട് പുതിയ ആശയങ്ങളിലും വിശ്വാസവും പ്രത്യാശയിൽ ഞങ്ങൾക്ക് പോകാനുള്ള വൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.